ശ്രീനാരായണ പരമഗുരവേ നമഃ. നമസ്തേ. ദൈവദശകത്തിന്റെ ഒരു ലഘു വ്യാഖ്യാനമാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ബലത്തിന് ആഹാരം എന്നതുപോലെ മനസ്സ്, ബുദ്ധി എന്നിവയുടെ വികാസത്തിനും ബലത്തിനും പ്രാർത്ഥന, നാമം, ധ്യാനം, സദ്ഗ്രന്ഥ പാരായണം എന്നിവ കൂടിയേ തീരൂ. കുടുംബജീവിതഭാരം പേറി കഷ്ടപ്പെടുന്നവരുടെ ദുഃഖഭാരം ഇറക്കി വയ്ക്കുവാനുള്ള ഒരു അഭയസ്ഥാനമാണ് ഈശ്വരനും ഈശ്വരാരാധനയും. ശ്രീനാരായണ ഗുരുദേവൻ, യേശു ക്രിസ്തു, മുഹമ്മദ് നബി തുടങ്ങിയവർ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം നയിച്ചവരാണ്. ഭക്തനെയും ഭഗവാനെയും തമ്മിൽ, നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ, കുടുംബാംഗങ്ങളെ തമ്മിൽ ഐക്യപ്പെടുത്തുന്ന പുണ്യ സമയങ്ങളായി മാറുന്നു ഈ പ്രാർത്ഥനാവേളകൾ. വനം ഭവനമാകുന്നു. ഈശ്വരാരാധന എല്ലാ ഗൃഹങ്ങളിലും എത്തിക്കണം എന്നാണ് ഗുരുദേവന്റെ ഉപദേശം. അതിന് നാം നിത്യേന പ്രാർത്ഥന ചൊല്ലണം. അതിമഹത്തായ ഈ ഭാരതീയ വൈദിക സാഹിത്യത്തിൽ ഈശ്വരാരാധനയ്ക്കായി കാണപ്പെടുന്ന കൃതികളെല്ലാം തന്നെ വിവിധ ദേവീ ദേവസ്തുതികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും ഒന്നുചേർന്നിരുന്നു പ്രാർത്ഥിക്കുവാൻ പരമ കാരണമായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു സ്തുതിയാണ് ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട ദൈവദശകം. ശിവഗിരി ശാരദാമഠത്തിൽ പഠിക്കാനെത്തിയ കുട്ടികളുടെ അഭ്യർത്ഥന പ്രകാരം 1914 ഗുരുദേവൻ ദൈവദശകം രചിക്കപ്പെട്ടത്. ദൈവത്തെ സംബന്ധിക്കുന്ന 10 ശ്ലോകങ്ങൾ ചേർന്നതാണ് ദൈവദശകം. ഈശ്വര സ്വരൂപം, ഈശ്വര മഹിമ, പ്രപഞ്ച സൃഷ്ടി, മായാസ്വരൂപം എന്നിങ്ങനെ പ്രധാന പ്രമേയങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് അദ്വൈത വേദാന്തത്തെ തികഞ്ഞ ഭക്തിഭാവത്തിൽ അനുഷ്ടുപ്പ് വൃത്തത്തിൽ ദൈവദശകം രചിച്ചിരിക്കുന്നു. സാമാന്യ ജനത്തിനു മനസ്സിലാക്കാൻ പ്രയാസമുള്ള അന്നത്തെ സംസ്കൃത പദങ്ങൾ നിറഞ്ഞ വൈദിക മന്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സാമാന്യജനത്തിനും മനസ്സിലാക്കുന്ന ഭാഷയിൽ രചിക്കപ്പെട്ടതാണ് ദൈവദശകം. ഒറ്റനോട്ടത്തിൽ സാധാരണക്കാരന് വേണ്ടിയാണെന്ന് തോന്നുമെങ്കിലും അവന്റെ മനസ്സ് പാകപ്പെടുന്തോറും സംശയ നിവൃത്തി വരുത്തി ബുദ്ധിയെ തൃപ്തരാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ അർത്ഥം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനെയും പണ്ഡിതനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്നു ദൈവദശകമാണ് ഒരുപക്ഷെ ദൈവത്തെ നീ എന്ന് പലതവണ വിളിച്ച അക്കാലത്തെ ഏക പ്രാർത്ഥന. നീ എന്ന വിളി പലവട്ടം മുഴങ്ങുന്നുണ്ട്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാറിനും, നീ സത്യം ജ്ഞാനമാനന്ദം. ഒരുപക്ഷെ ഈ വിളിയിലൂടെയാണ് ദൈവവുമായുള്ള ജാതി വ്യത്യാസം പരിഹരിക്കപ്പെടുന്നത്. ഇതിലൂടെ ദൈവവുമായുള്ള ഐത്തം മാറ്റിക്കിട്ടുകയും അങ്ങനെ സമൂഹത്തിലെ ഐത്തവും തുടച്ചു നീക്കപ്പെടുന്നു. ഇവിടെ ജാതി മതത്തിൽ അധിഷ്ഠിതമായ ഒരു ദൈവത്തിൽ നിന്ന് ആധുനിക പൊതുസമൂഹത്തിനു അനുയോജ്യമായ ദൈവം എന്ന നിലയിൽ ദൈവസങ്കല്പം മാറ്റപ്പെടുന്നു. സംസാര സമുദ്രത്തിൽ നിന്നും കരകയറുന്ന പ്രാർത്ഥന കൂടിയാണ് ദൈവദശകം. എന്നാൽ പ്രാർത്ഥിക്കുന്നയാൾ ഈശ്വരന്റെ മഹത്വത്തെ നന്നായി അറിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് പ്രത്യേകതയുണ്ട് ഇവിടെ. ദൈവമേ കാത്തുകൊൾഗങ്ങു കൈവിടാതിന്നു ഞങ്ങളെ, നാവികൻ നീ ഭവാത്പിക്കോ ആവിവൻ തോണി നിൻപദം. അല്ലയോ ദൈവമേ, അങ്ങ് ഞങ്ങളെ കൈവിടാതെ കാത്തുരക്ഷിക്കണമേ. എന്തെന്നാൽ സംസാര സാഗരത്തിലെ സമർത്ഥനായ നാവികനാണ് അവിടുന്ന്. അതുപോലെ നിന്റെ പദം, നിന്റെ വാക്ക് സമുദ്രത്തിലെ കപ്പലുമാണ്. അങ്ങനെ ദൈവമേ, അങ്ങയുടെ പദമാകുന്ന കപ്പലിലേറി ഈ ജനന മരണാത്മകമായ സംസാര സാഗരത്തിന്റെ മറുകരയിലെത്തിച്ച് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നിൽ ആസ്പന്ദമാകണം. പ്രപഞ്ചത്തിലെ ഓരോ പദാർത്ഥങ്ങളെയും തൊട്ട് എണ്ണിത്തീർന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നോട്ടം നിശ്ചലമാകുമല്ലോ. അതുപോലെ ഞങ്ങളുടെ ജീവബോധം നിശ്ചലമാക്കി സമ്പൂർണമായും അങ്ങയിൽ തന്നെ ലയിക്കാൻ ദൈവമേ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണമേ. അതായത് ദൈവത്തിനെ അന്വേഷിക്കുന്ന മനസ്സിന് അതിന്റെ അടിസ്ഥാനമായി സ്ഥിതി ചെയ്യുന്നത് തന്നെ ദൈവം എന്നറിയുമ്പോൾ അദ്വൈത ദർശനം ലഭിക്കുന്നു. അപ്രകാരമുള്ള അനുഭൂതി ഉണ്ടാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ഈ ലോക ജീവിതത്തിന് ആവശ്യമായ ആഹാരം, വസ്ത്രം തുടങ്ങിയവ മുടങ്ങാതെ തന്നു സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ ധന്യരാക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങാണ് ഞങ്ങളുടെ ദൈവം തമ്പുരാൻ.
മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിവർത്തിക്കാതെ എന്ത് ആത്മീയ ചിന്തയാണ് ഒരാൾക്കുണ്ടാകുക? അതിനാലാണ് മനുഷ്യന്റെ പ്രാഥമിക കാഴ്ചപ്പാട് തന്നെ ആഹാരവും വസ്ത്രവുമാണ്. ഇത് തരുന്ന ശക്തി തന്നെയാണ് ദൈവം എന്നായിട്ട് തീർത്തിട്ടുള്ളത്. ഇവിടെ അന്നവസ്ത്രാദികൾ തന്നു സഹായിക്കണമേ എന്ന അഭ്യർത്ഥനയോ പ്രാർത്ഥനയോ വിലാപമോ അല്ല, മറിച്ച് ഇത് തുടർച്ചയായി തന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. കടലും തിരയും കാറ്റും ആഴവും എപ്രകാരം ഒന്നായിരിക്കുന്നുവോ അപ്രകാരം ഞങ്ങളും ദൈവശക്തിയായ മായയും അവിടുത്തെ മഹത്വവും അവിടുന്നും ഒന്നാണ് എന്ന സത്യം ഞങ്ങളിൽ ഉറയ്ക്കുവാൻ അവിടുത്തെ അനുഗ്രഹമുണ്ടാകണം. അതായത് അജ്ഞാനത്താൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭേദബുദ്ധിയെ മറികടന്ന് എല്ലാം ഒന്നാണ് എന്ന ഒരു അദ്വൈത ബോധം ഉണ്ടാകാനുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഉള്ളത്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, അല്ലയോ ദൈവമേ സൃഷ്ടിക്കുകയെന്ന ക്രിയയും സൃഷ്ടിക്കുന്ന സൃഷ്ടികർത്താവും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ച ഘടകങ്ങളും എല്ലാം ഒന്നാണ്, എല്ലാം അങ്ങു തന്നെയാണ്. മാത്രമല്ല സൃഷ്ടിക്ക് വേണ്ട സാമഗ്രിയും നീ തന്നെയാണ്. സൃഷ്ടിക്കപ്പെട്ട ജഗത്തും ഈശ്വരനാണ്. ചുരുക്കി പറഞ്ഞാൽ ഈശ്വരൻ തന്നെ ഇവിടെ ജഗത്തായി മാറുകയാണ്. സർവചരാചരങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഒരേ ഒരു ദൈവം തന്നെയാണ് എന്ന സത്യം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിനും. അല്ലയോ ദൈവമേ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ മായയും മായയെ നിയന്ത്രിക്കുന്ന മായാവിയും അവിടുന്ന് തന്നെ. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിനും. അല്ലയോ ദൈവമേ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായ മായയും മായയെ നിയന്ത്രിക്കുന്ന മായാവിയും അവിടുന്ന് തന്നെ. മായാ വിനോദനായി ജീവാത്മാവായി പ്രകാശിപ്പിക്കുന്നതും അങ്ങു തന്നെ. മായ കൊണ്ട് സംസാര സമുദ്രത്തിൽ പതിച്ച ഞങ്ങളെ കരകേറ്റി, അതായത് ഞങ്ങളുടെ മായാമോഹങ്ങളെല്ലാം അകറ്റി മോക്ഷം തരുന്ന പരമപദത്തെ നൽകുന്ന ആര്യനും ആചാര്യനും, ആചാര്യൻ ഗുരുവും അങ്ങു തന്നെയാണ്. ദൈവവും ഗുരുവും ഒന്നാണെന്ന ഒരു കാര്യം ഇവിടെ ശ്രദ്ധേയമാണ്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറെ വല്ലോതും മൊഴിയുമോർക്കിൽ നീ. അല്ലയോ ദൈവമേ എല്ലായ്പ്പോഴും യാതൊരു മാറ്റവും കൂടാതെ നിലകൊള്ളുന്ന സത്യവും എല്ലാം അറിയുന്ന അറിവും ആനന്ദവും അങ്ങു തന്നെയാണ്. വർത്തമാന ഭൂതഭാവി കാലങ്ങളും നീ തന്നെയാണ്. ഞങ്ങൾ അങ്ങയെ ചൊല്ലി സ്തുതിക്കുന്ന ഈ ശബ്ദവും ഈ പ്രപഞ്ചവും തന്നെ അവിടുന്നാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക. അകമെന്നോ പുറമെന്നോ വ്യത്യാസമില്ലാതെ സർവത്ര വ്യാപ്തമായി സർവരാലും കീർത്തിക്കപ്പെട്ട മഹിമയോട് കൂടിയ അങ്ങയുടെ പദത്തെ, അങ്ങയുടെ മാഹാത്മ്യത്തെ ഞങ്ങൾ ഇതാ വാഴ്ത്തുന്നു. സർവവ്യാപിയും സർവരാലും ആരാധനായിരിക്കുന്ന ദൈവമേ അങ്ങു വിജയിച്ചാലും. ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക. ദേവന്മാരുടെ എല്ലാം ദേവനായ ദൈവമേ അങ്ങ് എപ്പോഴും വിജയിച്ചാലും. ദീനാവന പരായണ, ദീനന്മാരെ രക്ഷിക്കുന്നതിൽ തൽപരനായ ദൈവമേ അങ്ങു ജയിച്ചാലും. ജയിക്കുക ചിദാനന്ദ, ചൈതന്യ സ്വരൂപനും ആനന്ദ സ്വരൂപനും അങ്ങ് ജയിച്ചാലും. പരിമിതമായ കാരുണ്യത്തെ ദയാസിന്ധോ ജയിക്കുക, പരിമിതമായ കാരുണ്യത്തെ ചൊരിയുന്നവനെ അങ്ങു ജയിച്ചാലും. ആഴമേറും നിൻ മഹസ്സ ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. അല്ലയോ ദൈവമേ ആഴമുള്ള അവിടുത്തെ മഹസ്സാകുന്ന തേജസ്സാകുന്ന, മഹസ് തേജസ്സാകുന്ന സമുദ്രത്തിൽ മുങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനുശേഷം നിത്യവും അവിടെ തന്നെ ആനന്ദത്തോടെ ജീവിക്കുവാൻ വാഴാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതായത് ആത്മാവിന്റെ മോക്ഷം സാധിച്ച് ഈ ലോകതന്മയ്ക്കായി നിസ്സംഗനായി പ്രാരംഭാവസാനം വരെ കർമ്മത്തിൽ ചരിച്ച് പരമശാന്തിയിൽ പ്രാപിക്കണമേ. ദേവീദേവ സങ്കല്പത്തിനെല്ലാം അതീതനായ സാക്ഷാൽ പരമമായ ദൈവത്തോടാണ് ഇവിടെ ഗുരുവിന്റെ പ്രാർത്ഥന. ദൈവമേ എന്ന് തുടങ്ങിയിട്ട് സുഖം
വാഴണം വാഴണം സുഖം, സുഖം എന്ന പദം കൊണ്ട് ദൈവദശകം അവസാനിക്കുന്നു. ഈ ലോകത്തിൽ സുഖമന്വേഷിക്കുന്നവർ ദൈവത്തെ ആശ്രയിക്കണം എന്നർത്ഥമാക്കുന്നു. ജാതിഭേദങ്ങൾക്ക് അപ്പുറം അവരവർ വിശ്വസിക്കുന്ന ഈശ്വരനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാവുന്ന കൃതിയാണ് ദൈവദശകം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.